എൻ്റെ ഒരു ദിവസത്തെ 10 hours ഒരു മിനിറ്റ് കണ്ടാലോ? ഒട്ടും ഓക്കെ അല്ലാത്തൊരു സൺഡേ മോർണിംഗ് ഒരു 9:30 എഴുന്നേറ്റ് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ചോറൊന്നും ഉണ്ടാക്കാനുള്ള രാവതില്ലായിരുന്നു. കാരണം തലേന്ന് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് 1 മണിയായി വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടും പൂട്ടി നേരെ എൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് 2:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ചെന്നപാട് ഫുഡ് കഴിച്ചു. മച്ചീനി മീനുമായിരുന്നു. ഞാൻ വെച്ച സ്റ്റൈൽ മീൻകറി അമ്മ പരീക്ഷിച്ചതാണ്. കുറച്ചരി കൂടിപ്പോയി. പിന്നെ അതിന് ശേഷം ഒരു ഷോർട്ട് നാപ്പ് എടുത്ത് ഒട്ടും വയ്യായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. 6 മണിക്ക് എഴുന്നേറ്റു. അപ്പോഴത്തേനും ചായ റെഡിയായിരുന്നു. ചായ കുടിച്ചു. പിന്നെ എന്നെക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു. പിന്നെ വല്ല വിധേനം കുളിക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിൽ 9 മണിയായപ്പോൾ ഒന്ന് കുളിച്ചു. 10:10 വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ഞങ്ങളെ കാത്തൊരു പുതിയൊരു സാധനം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫിഷ് ടാങ്ക് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെന്നപാടെ ഞാൻ കിച്ചണിലേക്ക് കയറി. രാത്രി ചപ്പാത്തി വിത്ത് ഷുഗറാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ള ചപ്പാത്തിയൊക്കെ ചുട്ടു കൊടുത്തു. അന്നക്കുട്ടിക്ക് കുറച്ചായിട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്ലാസ് തേയിലയും കൂടെ കുടിച്ചു. അപ്പോഴത്തേക്കും 11:45 കഴിഞ്ഞു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി കിടക്കാനുള്ള സെറ്റപ്പുകളിലേക്ക് കിടക്കുകയാണ്. അന്നക്കുട്ടിക്ക് നല്ല ഉറക്കം വന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഹെയറിൽ കുറച്ച് സെറം അപ്ലൈ ചെയ്തു. കാരണം ഭയങ്കര ഉടക്കായിരിക്കും. എന്നിട്ട് മുടി പൊക്കി കെട്ടി. പിമ്പിൾസ് വരുമ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമുണ്ട്. അതും ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്കും 12:30 ആയി. ഞാനും അന്നക്കുട്ടിയും കൂടെ കിടക്കാനായിട്ട് കട്ടിലേക്ക് കയറി. ഇപ്പോൾ 3 ബൈ 5.